അയ്യോ സമയം എത്രയായല്ലോ, ഈ പിള്ളേർ ഇതുവരെ റെഡി ആയില്ലേ? എടി കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, നിങ്ങൾ അവിടെ എന്തെടുക്കാ? ഓ, രണ്ടിന്റെ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ സ്കൂൾ ബസ് പോകും. എടി കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, ഒന്നിങ്ങോട്ട് വേഗം വാ. അമ്മ, ഞാൻ റെഡിയായേ. ആ മോളെ, കുഞ്ഞാറ്റ എന്തിയേ? ആ അറിയില്ല അമ്മ, അവൾ അവളുടെ റബ്ബറോ പേനോ എന്താ കാണില്ല എന്നൊക്കെ എന്താ അവിടെ നിന്ന് തപ്പിക്കോടെ നിൽക്കുന്നുണ്ട്. ഓ, അല്ലേലും മതങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, പോവാൻ നേരാകുമ്പോൾ എന്തെങ്കിലും ഓരോന്ന് കണ്ടുപിടിക്കല്. ഡീ കുഞ്ഞാറ്റേ, ഞാൻ നിങ്ങളെ വന്നേ. ഹോ, ദാ വന്നമ്മ. ഹാ, നിങ്ങൾ ഇങ്ങനെ റെഡിയാവാണെങ്കിലേ ഇന്ന് സ്കൂൾ പോകേണ്ടി വരില്ല, ഇന്ന് നാളെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്കൂൾ പോകണ്ടല്ലോ അമ്മ. ദേ കുഞ്ഞാവേ, വെറുതെ നിന്ന് കളിക്കാണ്ട് ദേ സ്കൂൾ പോകാൻ നോക്കട്ടോ. ആ മക്കളെ, ദേ അമ്മ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഭക്ഷണം തീർത്തും കഴിച്ചോളണം കേട്ടോ. ആ അമ്മേ, ഞാൻ തീർത്തും കഴിച്ചോളാം. അമ്മ അമ്മ, ഇന്ന് എന്താ ഉച്ചക്കത്തെ ഫുഡ് അമ്മ? ആ മക്കളെ, അമ്മ നല്ല ചോറും മീൻ പൊരിച്ചതും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യേ, ചോറോ? എനിക്ക് ചോറ് വേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അല്ലടി, രാവിലെ അമ്മ നിനക്ക് ബിരിയാണി ഉണ്ടാക്കി തരും. ഡി കുഞ്ഞാറ്റേ, നീ നിന്റെ കാര്യം നോക്ക്, നീ എന്നോട് വയ്ക്കാൻ വരണ്ട. ആഹാ, അല്ലെങ്കിൽ നീ എപ്പോഴെങ്കിലും അമ്മ ഉണ്ടാക്കി തരുന്ന കഴിക്കാറുണ്ടടി? നീ വല്ലവന്റെ പാത്രത്തിൽ കയറ്റി വരല്ലേ നിന്റെ പതിവ്? ഡി കുഞ്ഞാറ്റേ, നിന്നോട് പറഞ്ഞത് രാവിലത്തെ രണ്ട് മെക്കെട്ടുകാരുടെ പൊക്കോട്ടോ. അയ്യേ, ഇതെന്താ രാവിലെ രണ്ടും കൂടെ കച്ചറ കൂടാൻ തുടങ്ങിയോ? ഡി കുഞ്ഞാവേ, നീ മര്യാദയ്ക്ക് ബാഗത്തെ പൊക്കടി. അല്ലെങ്കിൽ അമ്മക്ക് എന്നോട് സ്നേഹമില്ല, നീ ഇവിടെ വന്ന അമ്മ എല്ലാം സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അയ്യേ, കരിയോ? അമ്മയുടെ മക്കൾ എന്നിട്ട് കഴിക്കേ, നാളെ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. എടി കുഞ്ഞാറ്റേ, നീ എന്തിനാണ് ഇങ്ങനെ കിളിച്ചോണ്ട് നിൽക്കണത്? അമ്മ, ഞാൻ എന്നാ പോവാട്ടോ. ബൈ, ടാറ്റാ ഉമ്മ. വീട് നോക്കിക്കേ, അവൾ ബാഗ് കൊണ്ടാണ്ട് പോകുന്നത്. അമ്മ, ഇത് അവളുടെ സ്ഥിരം നമ്പറാ. എന്നെ കൊണ്ട് ബാഗ് ചുമപ്പിക്കാനുള്ള അവളുടെ സ്ഥിരം നമ്പർ. അമ്മ, ഇന്ന് എന്തൊക്കെ വന്നാലും അവളുടെ ബാഗ് ഞാൻ കൊണ്ടുപോകട്ടോ. മോളെ കുഞ്ഞാറ്റേ, ഇന്ന ദിവസം കൂടെ മോൾ അവളുടെ ബാഗ് ഒന്ന് കൊണ്ടുപോ. ഇല്ല അമ്മേ, എനിക്ക് വയ്യ, എന്നും അവളുടെ ബാഗ് ഞാൻ തന്നെയാ ചുമക്കുന്നത്. സാരമില്ല മോളെ, ഇന്നൊരു ദിവസം കൂടെ. അത് മോളുടെ അനിയത്തിയല്ലേ? അനിയത്തിയല്ല അവള്, ഭൂതം. എനിക്കൊന്നും വയ്യ അമ്മ അവളുടെ ബാഗ് കൊണ്ടുപോവാൻ. സാരമില്ല മുത്തേ, ഇന്നൊരു ദിവസം കൂടെ. അമ്മയല്ലേ പറയണത്, പ്ലീസ്. ശരി, ഇന്ന് മാത്രം, അത് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു. ആ മക്കളെ വേഗം ചെറുതാ, ഇപ്പൊ സ്കൂൾ ബസ് വരും. ഈ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരു പാടേ. മോളെ സുമേ. എന്നെ അമ്മേ? എന്തോന്നാ മോളെ ഇന്ന് കറിക്ക് കിട്ടിയേ? അതെ ഇതേ അമ്മേ, സുമേഷന്റെ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്, തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് സാമ്പാറും അവിയലും കൂടെ ഉണ്ടാക്കണം. എന്തോന്നാ മോളെ ഇത്? എല്ലാം ഇവിടെ പച്ചക്കറി തന്നെയാണോ? ഇടയ്ക്കൊക്കെ വല്ല ചിക്കനോ മീനോ ഒക്കെ വാങ്ങിച്ചൂടെ? ഹോ, എന്ത് ചെയ്യാനാമേ, ഈ സുമേഷന് എപ്പോഴും പച്ചക്കറിയേ വാങ്ങിക്കുള്ളൂ. സുമേഷനാണ് പച്ചക്കറി മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ പച്ചക്കറി കഴിച്ച് മടുത്തു. എന്നാൽ ആരെങ്കിലും ഒരു കല്യാണം വിളിക്കൂ? അതും ഇല്ല. അമ്മ വിഷമിക്കാതെ. അടുത്ത ആഴ്ച നമ്മുടെ അയൽവാസി രാധ ചേച്ചിയുടെ മോളുടെ കല്യാണം. അത് ശരിയാണല്ലോ മോളെ. എത്ര നാളായി സദ്യയൊക്കെ കഴിച്ചിട്ട്. അമ്മ വിഷമിക്കണ്ടെന്നേ, നമുക്ക് ആ കല്യാണത്തിന് പോയിട്ട് അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അത് നീ പറഞ്ഞ ശരിയാ. മക്കള് വന്നെന്ന് തോന്നുന്നു. മക്കള് വന്നോ? കുഞ്ഞാവ് എവിടെ? കുഞ്ഞാവ് പുറകെ വരുന്നുണ്ടമ്മ, ഞാൻ ഫസ്റ്റ് എത്തിയതാ. മക്കള് പോയി ഡ്രസ്സ് മാറി മേല് കഴുകി വാ, അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ശരി അമ്മ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാം? അമ്മ, ഞാൻ വന്നു. മക്കളെത്തിയാ? അയ്യോ, മോളുടെ ബാഗ് എന്തി? അയ്യോ അമ്മ, അപ്പൊ കുഞ്ഞാറ്റപ്പന്റെ ബാഗ് കൊണ്ടുവന്നില്ലേ? എന്താണ് കുഞ്ഞാവേ നീ പറയണത്? നിന്റെ ബാഗ് നീയല്ലേ കൊണ്ടുവരുന്നത്, അല്ലാണ്ട് അവളാണോ? അയ്യോ അമ്മ, ഞാൻ വിചാരിച്ചു അവൾ എന്റെ ബാഗ് എടുക്കുമെന്ന്. അവൾ എടുക്കുമെന്ന് വിചാരിച്ചു സ്കൂൾ ബസ്സിൽ നിന്ന് ഞാൻ നേരെ ഓടി വന്നു അമ്മ. എന്തോന്ന് ബാഗ് മറന്നെന്നോ? എടി, ഇനി നീ ബാഗ് മറന്നു വെക്കുന്നത് എനിക്കൊന്ന് കാണണം. നീ കുഞ്ഞാവേ മര്യാദയ്ക്ക് പോയിട്ട് ബാഗ് എടുത്ത് വന്നോ, എന്നിട്ട് നീ ഇങ്ങനെ വന്നാ മതി. അയ്യേ, ശശി. ഇതെന്തോന്നായത്? കുറെ സമയമായില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് എന്തെങ്കിലും കളി കളിക്കണ്ടേ? ശരിയാണ്, എത്ര സമയമായി നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. നമുക്ക് എന്തെങ്കിലും കളി കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബോൾ എറിഞ്ഞ് കളിക്കാം. അയ്യേ, ബോൾ എറിഞ്ഞ് കളിക്കാനോ? ഞാനുമില്ല ബോൾ എറിഞ്ഞ് കളിക്കാൻ. അതെന്താ, അനക്ക് ബോൾ പൊന്തൂലേ? ബോൾ പൊന്താഞ്ഞിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമല്ല കളി. എങ്കിൽ നീ വേറെ കളി പറ, നമുക്കത് കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒളിച്ചാമ്പത്തി കളിച്ചാലോ? ഒളിച്ചാമ്പത്തിയോ? അതേനെ, നമുക്ക് ഒളിച്ചാമ്പത്തി കളിക്കാം. അയ്യേ, അത് വേണ്ട, അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കളി. എനിക്ക് മനസ്സിലായി നിനക്കെന്താ കളി ഇഷ്ടപ്പെടാത്തതെന്ന്. നീ പറഞ്ഞ ബോൾ കളി എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നിനക്ക് ഞാൻ പറഞ്ഞ കളി ഇഷ്ടപ്പെടാതിരുന്നത്? അതൊന്നുമല്ല, നമുക്ക് പണ്ടേ ഇഷ്ടമല്ല ആ കളി. വേറെ കളി പറ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കളി പറയാം. എങ്കിൽ വേഗം പറ. നമുക്ക് കുറ്റി പിടിച്ച് കളിക്കാം. ഇവിടെ നിറയെ മരങ്ങളില്ലേ,
ഈ മരത്തിൽ നിന്ന് നമുക്ക് സാറ്റടിച്ച് കളിക്കാം. യാ, സൂപ്പർ കളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എങ്കിൽ വാ, നമുക്ക് ആ കളി കളിക്കാം. പക്ഷേ അതിനാരെങ്കിലും ഒരാൾ ആദ്യം കാക്കയാവണ്ടേ? ആരാവും കാക്ക? ഈ കൂട്ടത്തിൽ ഇവൻ മാത്രമല്ലേ ബോയ് ഉള്ളൂ, അതുകൊണ്ട് ഇവനാവട്ടെ കാക്ക. അമ്പട മോളെ, ഇജ്ജ് കുറെ നേരമല്ലേ ഞമ്മക്കിട്ട് പാറ വെക്കുന്നു. ഞമ്മളെങ്ങും ആവില്ല കാക്ക. നീ വേണമെങ്കിൽ ആയിക്കോ. ഞാനെന്തിനാവണത്? നീ തന്നെ ആയാ മതി. ഞാനെങ്ങും ആവില്ല, നീ തന്നെ ആയാ മതി. ഇങ്ങനെയാണെങ്കിലേ നമ്മൾ കളിക്കാനില്ല. അയ്യോ, നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ ഒരു കാര്യം ചെയ്യാം, ഞാനാവാം കാക്ക. ശരിയാണ്, നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ കളിക്കേണ്ട എല്ലാ മൂടും പോകും. എല്ലാത്തിനും കാരണം ഇവളാണ്. ഇനിയൊക്കെ എന്റെ തലയിലിട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ വേഗം പോയിട്ട് കുറ്റി പിടിക്ക്. നിങ്ങൾക്ക് ഈ കളി എങ്ങനെയാ കളിക്കേണ്ടതെന്ന് മനസ്സിലായോ? നിങ്ങൾ 3 പേരും ചെന്ന് 3 മരത്തിൽ പോയി പിടിക്കണം. എന്നിട്ട് ഞാൻ കാണാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം പാസ് ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം പാസ് ചെയ്യുന്ന സമയത്തെങ്ങാൻ ഞാൻ ഏതെങ്കിലും ഒരു മരം കണ്ടാൽ ഞാൻ ആ മരത്തിൽ പോയി തൊടും. അപ്പോൾ അവിടെ തൊടാത്തയാൾ ഔട്ട്. കളി മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാന്നേ. ശരി, എങ്കിൽ ഓടിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടാ മണ്ട, നീ എന്തിനാണ് ഇവിടത്തേക്ക് വന്നത്? ഈ കുറ്റി ഞാനാണ് ആദ്യം പിടിച്ചത്. നീ അങ്ങോട്ടേക്ക് പോ. അവിടെ ഏതാ ഒരു കുറ്റി, അവിടേക്ക് പോകും നീ. അല്ലോ സോറി, നമ്മളോട് മാറിപ്പോയതാണ്. ഞമ്മക്കും കിട്ടിയ കുറ്റി. ശരി, ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തോളൂ. പിങ്കി മോളെ, ഓടി വാ, ഇങ്ങോട്ടേക്ക് വാ. ഇല്ല കുഞ്ഞാവേ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല, നീ ഇങ്ങോട്ടേക്ക് വാ. എടാ ഉസ്മാൻ, അവിടെ കുന്തം വീങ്ങിയത് പോലെ നിൽക്കാതെ നീ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്. അമ്പട പുളുസോ, നമ്മൾ ഈ കുറ്റി വിടില്ല. അതില്ല, കുറ്റി വിടാതെ നിന്നാൽ നീ ഔട്ടാകും. വേഗം ഓടി പാസ്സാവണം. എടാ ഉസ്മാൻ, ഇങ്ങോട്ടേക്ക് നോക്ക്. എന്താ ഇവളെ? നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് പാസ് ചെയ്യാം. ശരി. ഹേയ്, ഞങ്ങൾ പാസ് ചെയ്തേ. അയ്യോ, നിങ്ങൾ പാസ് ചെയ്തോ? പിന്നല്ലാതെ, നീ അവിടെ കുന്തം വീങ്ങിയത് പോലെ നിന്നോ, അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യും. ഞങ്ങളും പാസ് ചെയ്തേ. അയ്യോ, നിങ്ങൾ പാസ് ചെയ്തോ? അതെ. വെറുതെ കാക്കി അവണ്ടായിരുന്നു. അത് ശരി, നിങ്ങൾ ഇവിടുന്ന് കളിക്കുകയായിരുന്നോ? അതെയല്ലോ. എന്താ ചേച്ചി? എന്താണെന്നോ? നിന്നെ വീട്ടിൽ നിന്ന് എത്ര സമയമായെന്ന് മമ്മി അന്വേഷിക്കുന്നു. അതെന്തിനാ മമ്മി അന്വേഷിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. കുറെ സമയമായി നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ അതിന് മമ്മിയോട് പറഞ്ഞിട്ടാണല്ലോ വന്നത്. മതി കളിയൊക്കെ, ഇനി വേഗം വാ. അയ്യോ ലച്ചു ചേച്ചി, അങ്ങനെ പറയാതെ, ഞങ്ങൾ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ ചേച്ചി പോയി മമ്മിയോട് പറ, ഞങ്ങൾ ഇവിടെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നല്ല രസമുള്ള കളിയാണ്. ഇപ്പൊ ഞാൻ എങ്ങും വരുന്നില്ല, ചേച്ചി പോട്. ആയിക്കോട്ടെ, ഞാൻ പോകാം. ഞാൻ ഇതിങ്ങനെ തന്നെ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചെന്ന് നീ വന്നില്ല എന്നും. പിന്നെ മമ്മി വഴക്ക് പറയുമ്പോൾ എന്നോടൊന്നും പറയരുത്. അയ്യോ ചേച്ചി, ചതിക്കല്ലേ, അങ്ങനെ പറയാതെ. ഒരു കാര്യം ചേച്ചി ഞങ്ങളുടെ കൂടെ കളിക്കണ്ട. പിന്നെ ഞാൻ നിങ്ങളെ പോലെ കൊച്ചു പിള്ളേരല്ലേ ഈ കളിയൊക്കെ കളിച്ച് നടക്കാൻ. അല്ലാതെ പിന്നെ ചേച്ചി പിന്നെ ആരാ? ചേച്ചി വലിയ ഓവറാക്കൊന്നും വേണ്ട. ചേച്ചിയുടെ വിചാരം ചേച്ചി വലിയ ഏതോ ആണെന്നാ. ഇപ്പോഴും കുട്ടി തന്നെയാണ്, കുട്ടി. പിങ്കി മോളെ, വെറുതെ എന്നെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. അവൾക്ക് എപ്പോഴും ഉള്ളതാണ് അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇന്ന് നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ മമ്മിയോട് ചെന്ന് പറഞ്ഞെടുക്കും 1000 പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടും നീ എന്റെ കൂടെ വരാഞ്ഞിട്ടാണെന്ന്. അത് മാത്രമല്ല, ഇവരൊക്കെ തിരിച്ച് ഇവരുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്. നീ എന്തായാലും വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം.